പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സംഘർഷ സാധ്യതകൾ വിശകലനം ചെയ്യുമ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ എബ്രഹാം ലിങ്കൻ ഇറാന് സമീപത്തേക്ക് വരുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായ സമയത്ത് ചില കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അമേരിക്കയുടെ വരുന്നതായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു യുദ്ധ വിമാനവാഹിനി കപ്പലായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഇറാനിൽ ഒരു ആഭ്യന്തര സംഘർഷം രൂപപ്പെട്ടതിന് ശേഷം അമേരിക്കയുടെ ഒരു വിമാനവാഹിനി യുദ്ധക്കപ്പൽ ഇറാൻ തീരത്തേക്ക് വരുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിവിധ രീതിയിലുള്ള വിശകലനങ്ങളാണ് മാധ്യമങ്ങളിൽ നിലനിൽക്കുന്നത്. ഇതിനിടയിൽ തന്നെ ഇറാനിൻ്റെ മേൽ ഇസ്രായേലിൻ്റെ ഒരു ഭീഷണി ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നെസറ്റിൽ, അതായത് ഇസ്രായേലിൻ്റെ പാർലമെന്റിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും എന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു അന്ത്യശാസനം ഇറാൻ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരുപക്ഷെ അമേരിക്ക യുദ്ധവാഹിനി കപ്പലുകളൊക്കെ സജ്ജീകരിച്ച് കൊണ്ടുവരുന്നത് ഇറാനെ ആക്രമിക്കാനായിരിക്കാം. എന്തെങ്കിലും കാരണവശാൽ ആ പ്രഹരത്തിന് പകരമായി ഇറാൻ പ്രതികാരം ചെയ്യുന്നത് ഇസ്രായേലിന് മേലായിരിക്കാം എന്ന ഒരു ധാരണ ഇസ്രായേലി പ്രധാനമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രി നേരത്തെ തന്നെ ഇറാൻ അങ്ങനെ ഒരു വാണിംഗ് കൊടുക്കുന്നത് എന്ന ചില വിശകലനങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. ഹെൽപ്പ് ഈസ് ഓൺ ദ വേ. നേരത്തെ ഇറാനിൽ ആഭ്യന്തര പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടുത്തെ കലാപകാരികൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ഒരു ഉറപ്പാണ്, ഹെൽപ്പ് ഈസ് ഓൺ ദ വേ, നിങ്ങൾക്കുള്ള സഹായം വഴിയേ വന്നുകൊള്ളും, നിങ്ങൾ അവിടെ ഗവൺമെൻറ് ഓഫീസുകളൊക്കെ പിടിച്ചെടുക്കുക, അവിടെ ഖമൈനി മത പൗരോഹിതത്തെ അട്ടിമറിക്കുക, അവിടെയുള്ള സർക്കാരിനെ അട്ടിമറിക്കുക എന്നൊക്കെ ഒരു നിർദ്ദേശം ഇറാനി പ്രക്ഷോഭകാരികൾക്ക് നൽകിയതാണ്. പക്ഷേ ഇറാനി പ്രക്ഷോഭകാരികൾ അടികൊണ്ട് നടു ഒടിഞ്ഞത് മാത്രം മിച്ചം. അവർക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഹെൽപ്പൊന്നും ലഭിച്ചിരുന്നില്ല. ശേഷം അവിടുത്തെ പ്രക്ഷോഭത്തെ ഇറാൻ അടിച്ചമർത്തുന്ന രീതിയിലുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോയി. ഇന്ന് ഇറാനി ഗവൺമെൻറ് അവിടുത്തെ പ്രക്ഷോഭകാരികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങിക്കൊള്ളുക. പ്രക്ഷോഭകാരികൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങിക്കൊള്ളുക, അല്ലെങ്കിൽ ശക്തമായ നടപടികൾ നിങ്ങളെ റെയ്ഡ് ചെയ്ത് പിടിച്ച് കൊണ്ടുവരുന്ന രീതിയിലേക്ക് പോകും എന്ന ഒരു ശക്തമായ മുന്നറിയിപ്പ് ഇറാൻ പ്രക്ഷോഭകാരികൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് വാർത്താ മാധ്യമങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊക്കെയുള്ള ഒരു മുന്നോടിയായിരിക്കാം നേരത്തെ ഹെൽപ്പ് ഈസ് ഓൺ ദ വേ, നിങ്ങൾക്ക് ഉടനെ സഹായം വരും എന്ന് പറഞ്ഞിട്ട് സഹായിക്കുന്ന ഒരു മനസ്ഥിതി അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഒടുവിൽ പ്രക്ഷോഭകാരികൾ വെടികൊണ്ടും അടികൊണ്ടുമൊക്കെ തളർന്നപ്പോൾ അമേരിക്ക യുദ്ധം ചെയ്യും, ഇപ്പോൾ ആയത്തുള്ള അലി ഖംനയെ പിടിച്ചു കെട്ടും, വെനസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതുപോലെ തട്ടിക്കൊണ്ടുപോകും എന്നൊക്കെ വിടുവായത്വം പറഞ്ഞതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ അവിടുത്തെ ജനകീയ പ്രക്ഷോഭം ഇനിയും അവർക്ക് എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് കൊടുത്തില്ല എങ്കിൽ ഈ അവസരങ്ങൾ മുതലാക്കാൻ പറ്റില്ല എന്നൊരു ധാരണ അമേരിക്കയ്ക്കുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ യുദ്ധക്കപ്പലുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നത് എന്ന ചില നിഗമനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിന് മറുപടിയായിട്ട് ഇറാൻ എന്തു ചെയ്യും എന്ന രീതിയിലുള്ള ചില വിശകലനങ്ങളും ഒക്കെ വരുന്നുണ്ട്. ചില അന്താരാഷ്ട്ര യുദ്ധവിശാരദന്മാരുടെയൊക്കെ റിപ്പോർട്ട് അനുസരിച്ച് ഓൾറെഡി തന്നെ ചൈനയും റഷ്യയും ഇറാൻ ആവശ്യമായുള്ള സാങ്കേതിക സഹായങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചില മാധ്യമ വിശകലനങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. ഇറാൻ്റെ വ്യോമപരിധിയിൽ വ്യോമ ഉപരോധം ഉണ്ടായിരുന്നിട്ട് പോലും ചില ചൈനീസ് വിമാനങ്ങൾ, അതായത് ഇറാൻ്റെ വിമാനങ്ങൾ തന്നെ ചൈനയിൽ പോയിട്ട് തിരികെ വന്നത്, മഹാൻ എയർവേസിൻ്റെ ചില വിമാനങ്ങളൊക്കെ വന്നത്, അതുമായി ബന്ധപ്പെട്ട ചില വിശകലനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചൈനയിൽ നിന്ന് ആയുധങ്ങളും യുദ്ധത്തിന് വേണ്ടിയുള്ള ഫണ്ടിങ്ങും ഒക്കെ കൊണ്ടുവന്നതായിട്ടുള്ള ചില വിശകലനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇറാൻ്റെ ഭാഗത്ത് നിന്ന് റഷ്യയും ചൈനയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വിശകലനങ്ങൾ വരുന്നത്. എന്തായാലും നേരത്തെ വെനിസ്വേലയിൽ ചെയ്തതുപോലെ അവിടെ നിന്ന് ഒരു അറ്റാക്കിലൂടെ ഇറാൻ ആത്മീയ നേതാവിനെ തട്ടിക്കൊണ്ടു പോകുവാൻ എത്രത്തോളം കഴിയും എന്ന രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ വരികയാണ്. പ്രത്യേകിച്ചും IRGC എന്ന് പറയുന്നത് ഖൊമേനിയുടെ അടിയുറച്ച വിശ്വസ്തത പുലർത്തുന്ന ഒരു സൈനിക ഘടകമാണ്. അവരെയൊക്കെ വെട്ടിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യത്തിന് എത്രത്തോളം ഡെൽറ്റ ഫോഴ്സിന് വെനിസ്വേലയിൽ ഈ പ്രവർത്തി ചെയ്ത ആ സൈനിക ഘടനയ്ക്ക് കഴിയും എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉയരുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. വെനിസ്വേലയല്ല ഇറാൻ എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു വിശകലനം എന്ന് പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നെസറ്റിൽ, അതായത് ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ ഇസ്രായേലിനെ ഏതെങ്കിലും കാരണവശാൽ ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടി രൂക്ഷമായിരിക്കും എന്ന രീതിയിൽ പ്രസ്താവനയ്ക്ക് കാരണം ഓൾറെഡി തന്നെ മൊസാദ് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ഇറാൻ ആക്രമിച്ചേക്കും എന്ന രീതിയിൽ എന്ന ചില വിശകലനങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തായാലും നേരത്തെ ഉള്ളതുപോലെയല്ല, ഒരു പക്ഷേ ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രഹരം ഇസ്രായേലിന് ഏൽക്കാനുള്ള സാധ്യതകൾ വിശകലനം ചെയ്യപ്പെടുകയാണ്. നേരത്തെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു മുൻതൂക്കം ലഭിച്ചത് ഇസ്രായേൽ നേരത്തെ തന്നെ ഇറാൻ അകത്ത് നുഴഞ്ഞു കയറ്റിയ മൊസാദിൻ്റെ ചാരന്മാർ കൃത്യമായി തന്നെ ഇറാൻ്റെ മിസൈൽ ഓപ്പറേഷനും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ തകർത്തതിന് ശേഷമാണ് മറ്റൊരു ആക്രമണം ഇറാനകത്ത് നടത്തിയത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് തന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകർത്തതിന് ശേഷമാണ് അവിടേക്ക് ഒരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ട് ഇസ്രായേലിന് ഇറാൻ്റെ സൈനിക വിദഗ്ധരെയും ശാസ്ത്രകാരന്മാരെയും ഒക്കെ ടാർഗറ്റ് ചെയ്ത് കൊല്ലം ചെയ്യപ്പെടുത്തുവാൻ കഴിഞ്ഞത്. അവരുടെ പാർപ്പിടങ്ങൾ, അവരുടെ ഓഫീസുകളൊക്കെ വളരെ കൃത്യമായിട്ട് നേരത്തെ തന്നെ ഇറാൻ്റെ അകത്ത് കടന്നു കയറിയ മൊസാദ് ചാരന്മാർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവർ സൈന്യത്തിന് മുന്നറിയിപ്പ് നൽകിയതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷനൊക്കെ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാൻ്റെ സൈനിക മേധാവികളെയും സാങ്കേതിക വിദഗ്ധരെയും ശാസ്ത്രകാരന്മാരെയും ഒക്കെ കൊല്ലുവാൻ ഇസ്രായേലിന് കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ ഒരു ചാരശൃംഖലയുടെ വേരറുത്തിട്ടുണ്ട് ഇറാനിൽ എന്ന രീതിയിലുള്ള വിശകലനങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു യുദ്ധത്തിന് ഇസ്രായേൽ എത്രത്തോളം പിടിച്ചു നിൽക്കും എന്ന രീതിയിലുള്ള ചില സംശയങ്ങളും ഒക്കെ വരുന്നുണ്ട്. മറ്റ് ഒരു ചർച്ച വരുന്നത് ഗാസ സമാധാന സമിതിയുമായി ബന്ധപ്പെട്ട ചില വാഗ്വാദങ്ങളാണ്. പ്രത്യേകിച്ചും ഉപദേശക സമിതിയിൽ അതിലെ എക്സിക്യൂട്ടീവായിട്ട് തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഫക്കൻ ഫിദറിനെ ചേർത്തു എന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെയും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് തുർക്കിയെ ഗസയിലെ ഏതെങ്കിലും സമാധാന സഖ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സമാധാന ദൗത്യത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തുന്നതിന് എതിരെ ശക്തമായ എതിർപ്പ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവർ പറയുന്നത് തുർക്കിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായാൽ അത് ഹമാസിന് സഹായകരമാകുന്ന രീതിയിലേക്ക് പിന്നീട് മാറുമെന്നാണ്. തുർക്കിയിലെ സൈന്യം അവിടെ സമാധാന സേനയുടെ ദൗത്യവുമായി എത്തുന്നതും അത് പിന്നീട് തുർക്കി സൈന്യവും ഹമാസും തമ്മിലുള്ള ഒരു സഖ്യത്തിലേക്കും അവർ രണ്ടുപേരും ചേർന്ന് ഇസ്രായേലിനെതിരെ നീങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നൊക്കെ ഇസ്രായേൽ ഭയക്കുന്നുണ്ട്. ആ അവസരത്തിലാണ് ഇപ്പോൾ തുർക്കിയുടെ വിദേശകാര്യ മന്ത്രിയെ ഗസ ഉപദേശക സമിതിയുടെ എക്സിക്യൂട്ടീവിലേക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭരിക്കുന്ന പാർട്ടിയുടെ എംപിമാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി ഇതിനെതിരെ പ്രതികരിക്കാൻ എന്ന വാർത്തകൾ ഇസ്രായേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ യോഗം ഇസ്രായേലി വിദേശകാര്യ മന്ത്രിയെ ഈ ഫക്കൽ ഫിദാനെ ഈ ദൗത്യം ഏൽപ്പിച്ചതിനെ എതിരെയുള്ള വിരോധം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അറിയിക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റിനെ ഇസ്രായേലി വിദേശകാര്യ മന്ത്രിയെ ചുമതലപ്പെടുത്തി എന്നുള്ള വാർത്തകളും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണം. എന്തായാലും ആ പ്രദേശത്തെ സ്ഥിതി വിശകലനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് യുദ്ധത്തിനുള്ള സാധ്യതകൾ കൂടുതൽ ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ഒരുപക്ഷെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം, അതിന് പിന്നിൽ ചൈനയും റഷ്യയും വടക്കൻ കൊറിയയും ഒക്കെ ഇറാന് പിന്നിൽ വന്നു നിൽക്കുന്നു എന്നത് ഒരു സ്ഥിതിവിശേഷമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അമേരിക്കക്കെതിരെ പ്രതികരിക്കാനുള്ള ഏറ്റവും നല്ല അവസരം ഇറാനെ മുൻനിർത്തിയുള്ള ഈ സമയമാണ് എന്ന് ഈ രാജ്യങ്ങൾ ചൈനയും റഷ്യയും വടക്കൻ കൊറിയയും മനസ്സിലാക്കുന്നു എന്ന വിശകലനങ്ങളും പുറത്തു വരുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.